സ്നേഹമുള്ളവരെ, ശവസംസ്കാര കർമ്മത്തിൻ്റെ വീട്ടിൽ വെച്ചുള്ള പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ്. മക്കളെല്ലാവരും കുടുംബാംഗങ്ങളും മൃതദേഹത്തോട് ചേർന്ന് നിൽക്കുക. നമുക്ക് സംസാരങ്ങളൊക്കെ നിർത്തി പ്രാർത്ഥനാപൂർവം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം. വന്യപിതാവിൻ്റെ വേർപാടി ദുഃഖിതരായിരിക്കുന്ന മക്കളോടും കുടുംബാംഗങ്ങളോടും ഏറ്റവും സ്നേഹത്തോടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം. എല്ലാവരും സംസാരമൊക്കെ നിർത്തി പ്രാർത്ഥനാപൂർവം തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുക. ഒപ്പം തന്നെ മൊബൈൽ ഫോൺ ഉള്ളവർ ഒന്ന് സൈലന്റിൽ ഇടുന്നതും ഉപകാരമായിരിക്കും. അനുദപിക്കുന്ന പാപിയുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാവമോചനത്തിനായി ഈ പനിനീരിനെ ആസ്വദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാവമോചനത്തിനുമായി ഈ ചന്ദനത്തിനുകൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നോട് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരായി ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനെ കർത്താവ് നിന്നെ ഞാൻ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്നോട് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ. എന്റെ ദിവസങ്ങളത്തെ പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവന് തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്കു വേണ്ടിയാന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ എനിക്ക് ആശ്രയം.
എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധനാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്നോട് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചെറുവിടർത്തി അവരെ സ്വീകരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗ്യേ നൽകണമേ. നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹാ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും കൂടെ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനാരെയുമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധയോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാകുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ്
തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശുനാഥനിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ പ്രിയപ്പെട്ട അപ്പച്ചന്റെ വേർപാടിൽ ദുഃഖിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങളെ, ആദ്യമായി തന്നെ എല്ലാവരുടെയും പേരിൽ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുകയാണ്. ജീവൻ പോലെ ദൈവം തരുന്ന അമൂല്യമായ ഒരു ദാനമാണ് മരണം. ദൈവം തരുന്ന ഒരു അവസരം, പരിധികളും പരിമിതികളുമില്ലാത്ത ഒരു ലോകത്തിലേക്ക് മരണത്തിലൂടെ ദൈവം നമ്മളെ ആനയിക്കുകയാണ്. അത് നമ്മളെ ശിക്ഷിക്കുവാനല്ല, മറിച്ച് നിത്യജീവന്റെ കവാടം നമുക്ക് തുറന്നു തന്ന് സ്വർഗത്തിലേക്ക് നമ്മളെ ആനയിക്കുവാൻ. നമ്മുടെ യേശുനാഥൻ തന്നെ ജീവിതത്തിൽ മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ കടന്നു പോവുകയാണ് ഉയർപ്പിന്റെ മഹിമ ചൂടിയത്. ജീവിതത്തിൽ നശ്വരമായതെല്ലാം നശിപ്പിക്കപ്പെടും. അത് അനശ്വരമായത് തേടേണ്ടതാണ്. ഈ ലോകത്തിൽ നമ്മളും ഈ ലോകത്തിലെ തീർത്ഥാടകരാണ്. നമ്മളും ദൈവത്തിൽ ചെന്ന് ചേരേണ്ടവരാണ്. ഈ ലോകത്തിലെ നമ്മുടെ സുഹൃതങ്ങളും നമ്മുടെ പുണ്യപരമായിട്ടുള്ള ജീവിതവും ദൈവത്തിന്റെ സംപ്രീതിക്ക് കാരണമാകും. ദൈവത്തോട് ചേരുന്നത് ഓരോ മനുഷ്യന്റെയും സ്വപ്നമാണ്, പ്രതീക്ഷയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ഈ അപ്പച്ചനെ ഓർത്ത് നമ്മൾ വിഷമിക്കുന്നുണ്ട്. ഈ അപ്പച്ചന്റെ വേർപാടിൽ നമ്മൾ ദുഃഖിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ദുഃഖിച്ച് കരയേണ്ട കാര്യമില്ല. ഇവിടെ ഈ ലോകത്തിൽ ഒരാൾ മരിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരാൾ പുതിയൊരു ജന്മം കൊള്ളുകയാണ്. അവിടെ പുതിയൊരു വ്യക്തിയായിട്ട് ദൈവത്തോടൊപ്പം ദൈവത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുവാൻ ഈ ആത്മാവിന് ദൈവം അവസരം നൽകുകയാണ്. അതുകൊണ്ട് ഈ സഹോദരന്റെ വേർപാട് നമുക്കൊരു നഷ്ടമല്ല, മറിച്ച് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മളെ എല്ലാവരെയും ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരു മധ്യസ്ഥനും കൂടി ആയിരിക്കുന്നു. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിലുള്ള നമ്മുടെ ഹർഷമായിട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്തി സുഹൃതം കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുവാനാണ്. ജീവിതം എന്ന 3 അക്ഷരം കൊണ്ട് ഈ ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മൾ മരണമെന്ന 3 അക്ഷരത്തിൽ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ, സുഹൃതം എന്ന 3 അവസരം കൊണ്ട് ജീവിതം ധന്യമാക്കി ദൈവത്തിൽ തിരികെ പോകേണ്ടവരാണ് നമ്മൾ. വയലിലെ ലില്ലി പുഷ്പത്തെ അലങ്കരിക്കുന്ന ദൈവം, നമ്മളെ ഒത്തിരി പരിപാലിക്കുന്ന ദൈവത്തിന്റെ പരിപാലനയിൽ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള നമ്മുടെ ജീവിതവും ഓരോ മരണവും നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ജീവിതവും ക്രമീകരിക്കേണ്ടതാണ്, തിരുത്തലുകൾ വരുത്തേണ്ടതാണ്. ദൈവത്തിൽ എത്തിച്ചേരേണ്ടവരാണ് നമ്മൾ, ഈ ഭൂമിയിലെ തീർത്ഥാടകർ മാത്രം നമ്മൾ. അപ്പോൾ പ്രത്യേകിച്ച് ഈ അപ്പച്ചന് നമ്മോട് പറയാനുള്ളത്, ജീവിതം ഈ ലോകത്തിൽ വളരെ ചെറുതാണ്. നന്നായി ജീവിക്കുക, സുഹൃതപൂർണമായ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എലിസബത്ത് രാജ്ഞി ചെറിയ പ്രായത്തിൽ ഇംഗ്ലണ്ടിലെ ഭരണം ഏറ്റെടുത്ത് അവസാനം 25-ാമത്തെ വയസ്സിൽ മരണമടയുന്ന സമയത്ത് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവര് പറഞ്ഞു, എൻ്റെ രാജ്യത്തിന്റെ പകുതി പോലും ഞാൻ തരാൻ തയ്യാറാണ്. എനിക്കൊരു നിമിഷമെങ്കിലും ആർക്കെങ്കിലും എൻ്റെ ജീവിതം ഒന്ന് നീട്ടിത്തരുവാൻ സാധിക്കുമെങ്കിൽ. ആർക്കും സാധിച്ചില്ല. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം എത്തുമ്പോഴല്ല നമ്മുടെ ജീവിതത്തിന്റെ നൈമിഷികതയെക്കുറിച്ച് ഓർക്കേണ്ടത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യാളൻ പറയുന്നുണ്ട്, നമ്മൾ നിരന്തരം മരണത്തെക്കുറിച്ച് ധ്യാനിക്കണം, ഒരുക്കമുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. മരണത്തിന് 2 സ്വഭാവമുണ്ട്. രഹസ്യ സ്വഭാവം മരണത്തിനായുള്ള ഒരുക്കമാണ്. പരസ്യ സ്വഭാവം മരണം എല്ലാത്തിനെയും ഒരേപോലെ ഉൾക്കൊള്ളുന്നു. അവിടെ പാവപ്പെട്ടനോ സമ്പന്നനോ വിദ്യാഭ്യാസമുള്ളവനോ വിദ്യാഭ്യാസമില്ലാത്തവനോ എല്ലാവരും മരണത്തിന് മുമ്പിൽ ഒന്നാണ്. അതുകൊണ്ടാണ് തടാകത്തിൽ ഒന്നുമറിയാതെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്ന അരയന്നത്തെ ഒളിച്ചു നിന്ന് അമ്പെയ്ത് കൊല്ലുവാൻ ശ്രമിക്കുന്ന വേടനെ പോലെയാണ് മരണം എന്ന് പറയുന്നത്. മരണം നമ്മുടെ ജീവിതത്തിൽ
നന്മയിലേക്ക് നമ്മളെ നയിക്കും, നിത്യരക്ഷയിലേക്ക്. മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ കടന്നുപോയ ദൈവത്തിൻ്റെ അനന്ത മഹിമയിൽ പങ്കുചേരുവാൻ വിളിക്കപ്പെട്ട ഈ സഹോദരൻ്റെ ആത്മാവിനെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യേകം സമർപ്പിക്കാം. ഈ സഹോദരൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാ കടങ്ങളും പാപങ്ങളും ദൈവമേ പൊറുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെ പറ്റിയും ചിന്തിച്ചുകൊണ്ട് അനശ്വരമായ സ്വർഗ സൗഭാഗ്യത്തിന് വേണ്ടി ജീവിതം ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഈ സഹോദരൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. തുടർന്ന് ഉള്ള ദിവസങ്ങളിലുള്ള നമ്മുടെ ദിവ്യബലിയിലും അതുപോലെ കുടുംബ പ്രാർത്ഥനകളിലും ഈ സഹോദരൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഹോദരന് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറയാം. ഈ സഹോദരൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് തിരുക്കർമ്മങ്ങൾ തുടരാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയായി ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പന എല്ലാം വിട്ട് പുറപ്പെടുന്ന ആത്മാവിന് നിത്യാനത്തിന് തുറമുഖത്തെ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിന്റെ മാതത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മനത്തിൽ സ്വയം കണ്ണ് നിർച്ചിന്തിയ മിശിഹായെ, കരയുന്നവർ കണ്ണുനീര് തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ യാതിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവിനെ ആകാശന ഭൂമിയുടെ സുത്രകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശിനിയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ എന്തിനു കരയുന്നു, വ്യാകുല മാനസന എന്തിനു നീറുന്നു, തിരമാലകള തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ.
ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാഗ്നി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വൃത്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വീട്ടിൽ വെച്ചുള്ള ശവസംസ്കാര കർമ്മത്തിൻ്റെ പ്രാർത്ഥനകൾ തീർന്നു. നമ്മൾ ദേവാലയത്തിലേക്ക് വിലാപയാത്രയായിട്ട് പോകുകയാണ്. പ്രാർത്ഥനാപൂർവം എല്ലാവരും 2 ലൈനായിട്ട് ദേവാലയത്തിലേക്ക് നീങ്ങണം. പാട്ടുകാര് വിലാപയാത്ര കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ